ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവ്വലോക രക്ഷിതാവായ റഹ്മാനായ റബ്ബിൻ്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ചും പാലിച്ചും തഖ്വ കൈകൊണ്ടും ജീവിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് അർത്ഥവത്തായൊരു ജീവിതം കെട്ടിപ്പടുക്കുവാനും ഈമാൻ കിട്ടി മരിക്കുവാനും ബർസഖിൽ രക്ഷപ്പെടുവാനും പരലോകത്ത് ആദ്യമായി സ്വർഗത്തിൽ പ്രവേശനം സിദ്ധിക്കാനൊക്കെയുള്ള വലിയ തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മൾ പലരോടും പല നിലക്കും കടപ്പെട്ടവരാണ്, ബാധ്യതയുള്ളവരാണ്. ഏറ്റവും വലിയ ബാധ്യത ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് വരിക പ്രിയപ്പെട്ട നമ്മുടെ മാതാവും പിതാവുമൊക്കെ ആയിരിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ വലിയ ബാധ്യതയും കടപ്പാടുമുള്ളത് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് എന്ന്. കാരണം നമുക്ക് വേണ്ടി നമ്മുടെ ഉമ്മ അനുഭവിച്ച ത്യാഗത്തേക്കാൾ, നമ്മുടെ ഉപ്പ അനുഭവിച്ച ത്യാഗത്തേക്കാൾ വലിയ ത്യാഗങ്ങൾ നമുക്ക് വേണ്ടി സഹിച്ച ആളാണ്. ഉമ്മയും വാപ്പയും നമ്മുടെ വിഷയത്തിൽ കാണിച്ച കരുണയേക്കാൾ വലിയ കരുണ കാണിച്ച മഹാനുഭാവനാണ് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആമുഖമായിക്കൊണ്ട് ഓതിവെച്ച സൂറത്ത് തൗബയിലെ 128 റബ്ബ് പറഞ്ഞ സത്യം അതാണ്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, കൂട്ടരെ നിങ്ങളുടെ കൂട്ടം നിങ്ങൾക്കൊരു റസൂൽ വന്നിട്ടുണ്ട്. അള്ളാഹ് പരിചയപ്പെടുത്താണ് ആ റസൂലിനെ കുറിച്ചിട്ട്. എന്താ ആ റസൂലിൻ്റെ പ്രത്യേകത? അസീസും അലൈഹി മാ അനിത്തും,
നിങ്ങൾ കഷ്ടതകൾ ബാധിക്കുന്നത് ഒരിക്കലും ആഗ്രഹിക്കാത്തവനാണ്. ഹരീസും അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, നിങ്ങളുടെ വിഷയത്തിൽ അതീവ തൽപരനാണ് അദ്ദേഹം. അതേപോലെ തന്നെ അങ്ങേയറ്റം കരുണ കാണിക്കുന്ന മനുഷ്യനാണെന്നാണ്. സഹോദരങ്ങളെ, ആ കരുണനെക്കുറിച്ച് ഇമാം സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മാതാപിതാക്കളെക്കാൾ വലിയ കരുണ നമ്മുടെ വിഷയത്തിൽ പ്രവാചകൻ കാണിച്ചിരുന്നു എന്നാണ്. ഇതൊരു പക്ഷെ ഇങ്ങനെ പറഞ്ഞാൽ ബോധ്യപ്പെട്ടുകൊള്ളണമെന്നില്ല. ഒരു ചരിത്ര സംഭവമുണ്ട്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, നിങ്ങൾ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി ഒന്ന് മനസ്സ് തട്ടി പ്രാർത്ഥിക്കൂ എന്നാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥന ആരംഭിച്ചു. അല്ലാഹുമ്മ ഇഗ്ഫിർ ലി ആയിഷ മാ തഖദ്ദമത് മിൻ ദംബിഹാ വമാ തഅഖറത് വമാ അസറത് വമാ അലനത്. അല്ലാഹുവേ, എൻ്റെ ആയിഷക്ക് ചെയ്തു പോയ എല്ലാ പാപങ്ങളും, രഹസ്യമായതും പരസ്യമായതും വലുതും ചെറുതുമായ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ ഉമ്മാക്ക് വല്ലാത്ത സന്തോഷമായി. ഉമ്മ ചിരിച്ചിട്ട് നമ്മുടെ പ്രവാചകൻ്റെ മടിത്തട്ടിലേക്ക് വീണു എന്നാണ്. ഇത് കണ്ട സമയത്ത് പ്രവാചകന്റെ ചോദ്യം, അയ്യസുറുക്കി ദുആഇ, ആയിഷോ, നിന്റെ പ്രാർത്ഥന നിനക്ക് വല്ലാതെ സന്തോഷം ഉണ്ടാക്കിയില്ലേ? പ്രവാചകർ, ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? അങ്ങൊന്നല്ലേ പ്രാർത്ഥിച്ചത്? പ്രാർത്ഥിച്ച കാര്യോ എൻ്റെ ലൈഫിൽ വന്നുപോയ എല്ലാ തെറ്റിൽ നിന്നും എന്നെ കഴുകിക്കളയണേന്നല്ലേ അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ആകത്തുക? അതാണ് എന്നെ ചിരിപ്പിച്ചത് എന്നതാണ്. സന്തോഷത്തിന് ചിരിയാണ്. നമ്മുടെ വിഷയം എവിടെ നിന്നറിയോ? ഇത് പറഞ്ഞു കൊടുത്തിട്ട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചൊരു വാചകമുണ്ട് സഹോദര. എന്താ? വല്ലാഹി ആയിഷ, അല്ലാഹു ആണേ സത്യം, ഇന്നഹാ ലദുആഇ ലി ഉമ്മതി ഫീ കുല്ലി സ്വലാ, ഇന്നഹാ ലദുആഇ ലി ഉമ്മതി ഫീ കുല്ലി സ്വലാ, എല്ലാ നമസ്കാര വേളകളിലും ഞാൻ എൻ്റെ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് എന്ന്. ഒരു നോക്ക് കണ്ടിട്ടില്ല പ്രവാചകൻ നമ്മളെ ആരും. പക്ഷെ ഇലാ യൗമിൽ ഖിയാമ വരുന്ന പ്രവാചകന്റെ ഉമ്മത്തിൽ ഓരോ ആളുകൾക്ക് വേണ്ടിയിട്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാലേ കൂട്ടി പ്രാർത്ഥിച്ചു വെച്ചു എന്ന് പറയുമ്പോൾ സഹോദര, നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എല്ലാ വക്തിലും ഇങ്ങനെ? നമുക്ക് വേണ്ടി നമ്മുടെ പ്രിയതമ ചോദിച്ചിട്ടുണ്ടാവുമോ ഇങ്ങനെ? നമുക്ക് വേണ്ടി നമ്മുടെ കരളിൻ്റെ കഷ്ണങ്ങളായ മക്കൾ ചോദിച്ചിട്ടുണ്ടോ? നാം ഏറെ ബഹുമാനിക്കുന്ന നമ്മുടെ ഉപ്പയും ഉമ്മയും നമുക്ക് വേണ്ടി ചോദിച്ചിട്ടുണ്ടാവുമോ? ഇല്ല. ലോകത്തിലൊരു പടപ്പില്ല മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴികെ. സഹോദര, ആരാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ? നമുക്ക് വേണ്ടി അദ്ദേഹം സഹിച്ച ത്യാഗങ്ങൾ എത്രയാണ്! ഫുൾ ടൈം നമ്മളെ പറ്റിയായിരുന്നു ചിന്ത. എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഓഫർ കൊടുത്തു. എന്ത് ഓഫർ എന്നറിയോ? ഒരു ചാൻസ്. എന്താ ചാൻസ്? ആ ചാൻസ് ഉപയോഗപ്പെടുത്തി ഒന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന്. ലികുല്ലി നബിയും ദഅവത്തുൽ മുസ്തജാബ. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തിയതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അത് എടുത്തുവെച്ചു. അഖ്തബിഉ ദഅവതി ശഫാഅത്തൻ ലി ഉമ്മതി യൗമൽ ഖിയാമ. എന്നാൽ ഞാൻ എൻ്റെ ചാൻസിനെ പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെച്ചു. എന്തിന്? പ്രവാചകർക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ ഉമ്മത്തിൻ്റെ മസ്ലഹത്തിന് വേണ്ടിയിട്ട്. ഉമ്മ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് വേണ്ടി ഒരു കുട്ടിക്കും ഒന്നും ചെയ്തു തരാൻ പറ്റാത്ത കാലത്ത് പരലോകത്തേക്ക് വരുമ്പോൾ ശുപാർശ പറയാൻ വേണ്ടിയിട്ട് ആ അവസരത്തെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിവെച്ചു എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി സഹോദര ഇത്രയേറെ ചിന്തിച്ചൊരു മനുഷ്യനുണ്ടെങ്കിൽ അത് പ്രവാചകനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പേരുള്ള മനുഷ്യനായിരുന്നു. ആദർശം കിട്ടിയതിന് ശേഷം അവിടുന്ന് അനുഭവിച്ച ത്യാഗങ്ങൾ എത്രയാണ്! എന്തിനാ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടികൊണ്ടത്? എന്തിനാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാനസികപരമായി ശാരീരികമായി കൊണ്ടും പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്? എന്തിനാ അള്ളാഹിൻ്റെ റസൂൽ കളിച്ചു വളർന്ന നാട് വിട്ട് ഹൃദയം പറിച്ചു മാറ്റി മറ്റൊരിടത്തേക്ക് പോകേണ്ടി വന്നത്? ഇതുവരെ ഈ ആദർശം കിട്ടാത്ത ഖിയാമത്ത് നാളോളം വരുന്ന ആളുകൾ അവർ നരകത്തിലെത്താൻ പാടില്ല. അവർ നരകത്തിൻ്റെ കൊള്ളികളായി ജീവിക്കാൻ പാടില്ല. അവർ സ്വർഗീയ വഴികളിൽ ഒരുമിച്ചിരിക്കണം. 1400 മുമ്പ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പറ്റി ചിന്തിച്ചു. നമുക്ക് ഈ ആദർശം കിട്ടാൻ, നമുക്ക് സ്വർഗ വഴി ലഭിക്കാൻ വേണ്ടി അള്ളാഹിൻ്റെ റസൂല് അവിടുത്തെ ജീവിതം മറന്നു, അവിടുത്തെ സുഖങ്ങൾ ത്യജിച്ചു, അവിടുത്തെ എല്ലാവിധ ആഘോഷങ്ങളും മാറ്റിവെച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നിലക്കുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും മാറ്റിവെച്ചു. ആർക്ക് വേണ്ടി? എനിക്കും നിങ്ങൾക്കും വേണ്ടി. എങ്കിൽ സഹോദര, ഇതൊക്കെ വെച്ച് ആലോചിക്കുമ്പോൾ അതിനുള്ളൊരു കൂറ് നമ്മുടെ ജീവിതത്തിലുണ്ടോ?
റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് വേണ്ടി ഈ കണ്ട ത്യാഗങ്ങളൊക്കെ സഹിച്ചതെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി തിരിച്ച് നമ്മൾ എന്ത് ചെയ്തു? ഇന്നല്ലെങ്കിൽ നാളെ എന്നെയും നിങ്ങളെയും ആറടി മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അവിടെ ഒരു ചോദ്യം ഉണ്ടല്ലോ, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാ. ചോദിക്കാതെ പോകുമോ നമ്മളോട്? ചോദിക്കില്ല സഹോദര. നമ്മളെ പ്രവാചകനെ കാണിച്ചു ചോദിക്കൂലേ? ഇതാരാ ചോദിക്കൂലേ? ആർക്കാ മറുപടി പറയാൻ കഴിയുക? ആർക്കാ മറുപടി പറയാൻ കഴിയുക? കണ്ണടക്കുന്നതിന് മുൻപ് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വേണ്ടി ചെയ്തിരുന്ന സേവനങ്ങൾക്ക് നന്ദി കാണിച്ചവനക്ക് അവിടെ ഉത്തരം പറയാൻ കഴിയുക. റഹ്മാനായ റബ്ബ് എന്നെയും നിങ്ങളെയും അതിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമുക്ക് എന്തൊക്കെയാ ബാധ്യതകളുള്ളത്? പണ്ഡിതന്മാർ തലനാരിഴ കീറി അതിനെ വിശദീകരിച്ചു. 10ഓളം പ്രധാനപ്പെട്ട ബാധ്യതകൾ പറഞ്ഞത് ഒന്നെന്താണെന്നറിയോ? മഹബ്ബത്തുഹ എന്നാണ്. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പ്രവാചകന്റെ സുന്നത്തിനെയും ഇഷ്ടപ്പെടുക എന്നതാണ്. അള്ളാന്റെ റസൂലിനോടുള്ള പ്രവാചകന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസങ്ങളിലോ റോട്ടിലേക്ക് ഇറങ്ങി എന്തെങ്കിലും ചെയ്തു കൂട്ടലല്ല സഹോദര. മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. ഞാൻ പഠിപ്പിച്ച ചര്യകളെ ഏറ്റെടുക്കാൻ, അതിനെ സ്നേഹിക്കാൻ, അതിനെ നടപ്പിൽ വരുത്താൻ ആർക്കാണോ കഴിയുക അവനാണ് എന്നെ ഇഷ്ടപ്പെട്ടത് എന്നാണ്. അതൊരൽപ്പം ത്യാഗം നിറഞ്ഞ പരിപാടിയാണ്. അതൊരൽപ്പം ക്രൈസിസുള്ള പരിപാടിയാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചപ്പോൾ, അല്ല പറഞ്ഞതുപോലെ ജീവിച്ചപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്. ആ ജീവിതം നമ്മളും ജീവിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ നമുക്കും ഒരു പക്ഷേ സമൂഹത്തൊന്നും മറ്റൊരുന്നൊക്കെ ആ നിലക്കുള്ള പ്രശ്നങ്ങളുണ്ടാകും. പ്രവാചകന് പിടിച്ചെന്ന പോലെ പിടിച്ചു നിൽക്കാൻ കഴിയണം. അവിടുത്തെ ഇഷ്ടമാണ് സഹോദര. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടാൻ നമുക്ക് കഴിയണം. പ്രവാചകനെ ഇഷ്ടപ്പെടാൻ കഴിയണം. ലാ യുക്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഉപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, മക്കളേക്കാൾ, ഈ ദുനിയാവിലുള്ള മറ്റ് എന്തിനേക്കാൾ ഏറെ ഞാനായിരിക്കണം അവൻ്റെ കൽബിൽ ഉണ്ടാകേണ്ടത് എന്നാണ്. അപ്പോഴേ ഒരു യഥാർത്ഥ വിശ്വാസി എന്ന ദർജയിലേക്ക് നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ അത് ആർക്കൊക്കെ വെറുപ്പുണ്ടായാലും, ആർക്കൊക്കെ അത് അലോസരമുണ്ടെങ്കിലും, ആരൊക്കെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിഷ്ടം, എൻ്റെ റസൂലിന് ഇത് ഇഷ്ടമുണ്ടെങ്കിൽ ഞാനിത് ചെയ്യുമെന്നാണ്. കല്യാണ മാമൂലുകളുണ്ടാകും അല്ലേ? ആളുകൾ പലതും ചെയ്യും. മാറി മാറി വരുന്ന ട്രെൻഡുകളുണ്ട്. ശൈത്വാന്മാർ പലതും ചെയ്തു കൂട്ടും. ട്രെൻഡുകൾ ഇങ്ങനെ മാറി മാറി വരിക. അവിടൊക്കെ ശരിക്കും പിടിച്ചു നിൽക്കാൻ കഴിയണം. ഉച്ചൈസ്വരം പ്രഖ്യാപിക്കാൻ കഴിയണം. എനിക്കൊരു ട്രെൻഡുണ്ട്, വിശ്വാസിനിക്കും ഒരു ട്രെൻഡ് ഉണ്ട്. അതെൻ്റെ റസൂല് പഠിപ്പിച്ചതാ. എൻ്റെ പാൻറ് അതൊരിക്കലും നിര്യാണിക്ക് താഴത്തേക്ക് പോകൂല. കാരണം എൻ്റെ റസൂലിൻ്റെ കോസ്റ്റ്യൂം അതാ. എൻ്റെ മുടി അതിങ്ങനെ പാറിപ്പറക്കുന്നതല്ല, അത് ഒതുക്കി വെക്കാനുള്ളതാ. എൻ്റെ വസ്ത്രം അതിങ്ങനെ അർദ്ധനഗ്നത കാണിക്കുന്ന സംഗതിയല്ല. ശരീരത്തിൻ്റെ ആ നിലക്കുള്ള വെടിവും തൊടിപ്പൊക്കെ വാക്കുകളിലേക്ക് പ്രദർശിപ്പിക്കുന്ന രൂപത്തിലല്ല ഞാൻ വസ്ത്രം ധരിക്കുക. എൻ്റെ റസൂൽ എനിക്ക് കാണിച്ചെന്നൊരു ഡ്രസ്സുണ്ട്, അതാണ് ഞാൻ ധരിക്കുക. അതാണ് നമ്മുടെ ട്രെൻഡ്. അതിൽ പിടിച്ചു നിൽക്കാൻ സഹോദരങ്ങളെ കഴിയണം. നമ്മുടെ സ്വഹാബാക്കളൊക്കെ പ്രവാചകൻ്റെ ഇഷ്ടത്തെ എത്രത്തോളം മുൻതൂക്കം കൊടുത്തു എന്നൊരു ചരിത്രം ഞാൻ പറയാം. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഒരു പ്രവാചകൻ കൂടി ഒരു വിരുന്നിന് പോയിക്കുക. അതുവരെ പ്രവാചകൻ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തൊരു ഭക്ഷണം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പേഴ്സണലി ഇഷ്ടമില്ലാത്തൊരു ഭക്ഷണമാണെന്ന് അവിടെ കൊടുന്നു വെക്കപ്പെട്ടത്. 2 തരം ഭക്ഷണം കൊടുന്നു. അതിലൊന്ന് അനസ് റളിയല്ലാഹു അൻഹുവിന് വ്യക്തിപരമായി കൊണ്ട് താല്പര്യമില്ലാത്ത വിഷയമാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂലിന് അതാണ് ഏറ്റവും ഇഷ്ടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അത് വെച്ചുകൊടുത്തപ്പോൾ ആദ്യം കഴിച്ചത് അതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഫലം അസൽ ഉഹിബ്ബു അദ്ദുബ്ബാഅ മിൻ യൗമഇദിൻ. അന്നത്തെ ദിവസം മുതൽ അതുവരെ എൻ്റെ ഇഷ്ടമല്ലാത്ത ആ ഒരു ഭക്ഷണത്തെ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാണ്. എന്തേ കാരണം? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഇഷ്ടമാണെന്നുള്ളതുകൊണ്ടാണ്. സുന്നത്തിനെ ജീവിപ്പിക്കുകയായിരുന്നു അവരൊക്കെ. സുന്നത്തിനെ ആരെങ്കിലും കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അവരെയും ഇഷ്ടപ്പെടണമെന്നാണ്. പ്രവാചകനെ ഇഷ്ടപ്പെടണം, പ്രവാചകൻ്റെ സുന്നത്തിന് ഇഷ്ടപ്പെടണം. ആ സുന്നത്തിനെ ആരെങ്കിലും അനുധാവനം ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ അവരെയും ഇഷ്ടപ്പെടണം എന്നാണ്. ഒരാൾ താടി നീട്ടി വളർത്തുന്നുണ്ടെങ്കിൽ അത് പ്രവാചകൻ്റെ സുന്നത്തിനെ ഹയാത്താക്കിയിരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ ഇഷ്ടപ്പെടാൻ കഴിയണമെന്നാണ്. പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൻ്റെ ഒരു ദിശയായി കൊണ്ടുനടക്കുന്ന ആളുകൾ അവരെ കാണുമ്പോൾ ആ വ്യക്തിയെ കൂടെ ഇഷ്ടപ്പെടണമെന്നാണ്. നമ്മുടെ ഇഷ്ടം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരുപക്ഷെ നമ്മുടെ ഇഷ്ടം അവൻ്റെ സൗന്ദര്യം നോക്കിയിട്ടായിരിക്കാം,
നമ്മൾ അവനുമായി കൊണ്ട് ചങ്ങാത്തം വെച്ച് പുലർത്തിയാൽ നമുക്കെന്ത് ഭൗതിക ലാഭമെന്ന് നോക്കിയിട്ടായിരിക്കാം, അവൻ്റെ സാമ്പത്തിക നിലവാരം നോക്കിയിട്ടായിരിക്കാം, അവൻ്റെ തറവാടിൻ്റെ മഹത്വം നോക്കിയിട്ടായിരിക്കാം. അല്ല, അതൊന്നുമല്ല ഇഷ്ടത്തിൻ്റെ മാനദണ്ഡം. അള്ളാൻ്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, പ്രവാചകൻ്റെ സുന്നത്തിനെ ഹയാത്താക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഇതൊന്നുമില്ലെങ്കിൽ അവരെ നിങ്ങൾ ഇഷ്ടപ്പെടണമെന്നാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ വായന എന്താണെന്നറിയോ? തഅലീമു സുന്ന. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മഹത്വപ്പെടുത്താൻ കഴിയണം, അതിനോട് ഒരു ആദരവ് നമ്മൾ കാണിക്കണമെന്നാണ്. മഹാനായ തബഉത്താബിൽപ്പെട്ട ഹമ്മാദ് ബിൻ സയ്യിദ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ആയത്ത് ഉദ്ധരിച്ചൊരു സംഭവം പറയുന്നുണ്ട്. എന്താ അറിയോ? ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി എന്നൊരായത്തുണ്ടല്ലോ. നിങ്ങൾ പ്രവാചകന്റെ സൗണ്ടിനേക്കാൾ നിങ്ങളുടെ സൗണ്ട് ഉയർത്തരുതെന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, അറ, ഞാൻ അഭിപ്രായപ്പെടുന്നു, റഫ് അസ്സൗതി അലൈഹി ബഅദ മൗതിഹി കറഫ് അസ്സൗതി അലൈഹി ഫി ഹയാതിഹി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് ശേഷവും ഒരാൾ സൗണ്ട് പൊക്കുന്നുണ്ടെങ്കിൽ അത് പ്രവാചകന്റെ ജീവിതത്തിൽ ഈ അനാദരവ് കാണിക്കും തുല്യമാണ് എന്ന്. എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറയാണ്. അതുകൊണ്ട് ഇദാ ഖുരിഅ ഹദീസുഹു, പ്രവാചകന്റെ ഹദീസ് എങ്ങാനും നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഓർക്കപ്പെട്ട് കഴിഞ്ഞാൽ, പറയപ്പെട്ട് കഴിഞ്ഞാൽ, വായിക്കപ്പെട്ട് കഴിഞ്ഞാൽ, വജബ അലൈക അൻ തൻസിത ലഹു കമാ തൻസിതു ലിൽ ഖുർആൻ. ഖുർആൻ നീ എത്രത്തോളം ശ്രദ്ധിച്ച് കേൾക്കാൻ ബാധ്യസ്ഥനാണോ അതേപോലെ തന്നെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം കേൾക്കുമ്പോൾ, ഹദീസ് പാരായണം ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്നാണ്. ഒരു പക്ഷേ സൗണ്ട് വേറൊരാളുടെ ഭാഗത്തിലായിരിക്കാം, പക്ഷെ ആശയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവശേഷിച്ച് പോയ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം നമ്മൾ കേൾക്കണേ. അവർ ഹദീസ് കേൾക്കുമ്പോൾ പോലും ആ ഹദീസ് കേൾക്കുന്നതിന് എതിരെ നമ്മുടെ സൗണ്ട് വരാൻ പാടില്ല എന്ന്. ആ ആശയത്തിനെതിരെ സംസാരിക്കുന്ന എന്ന് പറഞ്ഞാൽ എത്ര വലിയ സംഭവിക്കും അപ്പോൾ അല്ലേ? ഹദീസിൽ സ്ഥിരപ്പെട്ട ഒരു ആശയത്തിനെതിരെ സംസാരിക്കുക, അത് എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുക. പലതും നമ്മൾ ഖുത്ബകൾ കേൾക്കുന്നുണ്ടാവും, ഹദീസുകളുടെ കേൾക്കുന്നുണ്ടാവും. അതിനെതിരെ പ്രവർത്തിക്കുക എന്നത് അതൊരു വലിയ വിരോധാഭാസമാണ്, ഒരു തെറ്റാണ് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക. പിന്നെന്താണെന്നറിയോ? ഇഅ്തിഖാദ്, നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം. അന്നഹൽ ഹിദായത്തു കുല്ലൽ ഹിദായ, അള്ളാൻ്റെ റസൂലിൻ്റെ ചര്യയാണ് ഏറ്റവും നല്ല ചര്യ എന്നാണ്. ഫഇന്ന ഖൈറൽ ഹദിയി ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കിയുള്ള ആളുകളുണ്ടാവും, അപ്പോൾ ആളുകൾ ലക്ഷങ്ങൾ കൊടുത്തിട്ട് മോട്ടിവേഷൻ ക്ലാസ്സിനൊക്കെ പോകാറുണ്ട് അല്ലേ? വലിയ സംഭവമായിക്കൂടെ ഇങ്ങനെ അവതരിപ്പിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച തത്വങ്ങളേക്കാൾ വലുതല്ല പ്രിയപ്പെട്ടവരതൊന്നും. ആ സദസ്സിലൊന്നും പോയിരിക്കുന്നൊരു ഗൗരവമോ പ്രാധാന്യമോ പലപ്പോഴും പ്രവാചകന്റെ ഹദീസുകൾ വിശദീകരിക്കുന്ന വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ പരാമർശിക്കപ്പെടുന്ന സദസ്സുകളിൽ ഇല്ല എന്നുള്ളത് തീർത്തൊരു വിരോധാഭാസമാണ്. പ്രവാചകന്റെ അധ്യാപനങ്ങളെക്കാൾ മേൽക്കോയ്മയുള്ള ഒരു വാക്കും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ പ്രവാചകന് പഠിപ്പിച്ച അധ്യാപനം ആരെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അവനെക്കുറിച്ച് റബ്ബ് പറഞ്ഞു, ഫഇല്ലം യസ്തജീബു ലക്, അവർ നിനക്ക് ഉത്തരം നൽകുന്നില്ലെങ്കിൽ, ഫഅലം, നബിയെ നീ മനസ്സിലാക്കിക്കോ, അന്നമാ യത്തബിഊന അഹ്വാഅഹും, അവർ തന്നിഷ്ടങ്ങളെ പറ്റിയ ആളുകളാണ്. എന്നിട്ട് പിന്നെ പടച്ചോൻ പറഞ്ഞു, വമൻ അളല്ലു മിമ്മൻ ഇത്തബഅ ഹവാ, തന്നിഷ്ടങ്ങളെ ഇച്ഛകളെ പിൻപറ്റുന്നവനേക്കാൾ വഴി പിഴച്ചവൻ വേറെ ആരുണ്ട് എന്നാണ്. സ്വന്തം ഇച്ഛക്കനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവനേക്കാൾ റൂട്ടുമാടി ഓടുന്നൊരു വാഹനം വേറെ ഇല്ല എന്നാണ്. ആ പോക്ക് അത് നരകത്തിലേക്കാണ് എന്നാണ് റഹ്മാനായ റബ്ബ് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പഠിപ്പിച്ചത് അത് പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കാന ഖുലുഖുഹു അൽ ഖുർആൻ. നല്ല ഭർത്താവാകണമെന്ന് ആഗ്രഹമുണ്ടോ? പ്രവാചകന്റെ ജീവിതം എടുക്കുക. നല്ലൊരു ഭാര്യയാകണമെന്ന് ആഗ്രഹമുണ്ടോ? പ്രവാചകന്റെ അധ്യാപനങ്ങൾ പരതുക. നല്ലൊരു അധ്യാപകനാകണമെന്ന് ആഗ്രഹമുണ്ടോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം പരതുക. നല്ലൊരു അയൽവാസിയാകണമെന്ന് ആഗ്രഹമുണ്ടോ? നല്ലൊരു മകനാകണമെന്ന് ആഗ്രഹമുണ്ടോ? നല്ലൊരു ഉമ്മയാകണമെന്ന് ആഗ്രഹമുണ്ടോ? ജീവിതത്തിൽ നാം നിർവഹിക്കുന്ന ഏത് റോളുകളാകട്ടെ അവിടെ ഏറ്റവും മികച്ചവനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ തപ്പേണ്ടത് പ്രവാചകന്റെ ചരിത്രങ്ങളാണ്, കേൾക്കേണ്ടത് പ്രവാചകന്റെ അധ്യാപനങ്ങളാണ്, ഉൾക്കൊള്ളേണ്ടത് അവിടുത്തെ ജീവിതമാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനേക്കാൾ മികച്ചതൊന്നും സഹോദര ദുനിയാവിൻ്റെ മുകളിൽ ഇല്ല എന്ന ബോധം നമുക്കുണ്ടാകണം. പിന്നെ പറഞ്ഞു, ഇത് കേട്ടോണ്ട് മാത്രം കാര്യമില്ലല്ലോ, അത്തസ്ലീമുത്താം, പ്രവാചകനോടുള്ള ബാധ്യതകൾ പെട്ടതാണ് കേൾക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിക്കൊണ്ട് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അവനവനക്ക് ഇഷ്ടമുള്ള എടുക്കുക, ബാക്കിയുള്ള തട്ടലല്ല.
പരിപൂർണമായി കൊണ്ടും ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം. അവിടെ ഒരു മദ്ഹബിൻ്റെ പക്ഷപാതത്തെ പോലും പറ്റൂല എന്നാണ്. ആര് പറഞ്ഞു? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരു സംഭവം സ്വഹിയായ ഹദീസിൽ ഉണ്ടെങ്കിൽ അതിനെതിരെ ആരൊക്കെ പറഞ്ഞാലും ലം യകുൻ ലഹു അയ്യദഅഹ ലിഖൗലി അഹദിൻ മിനന്നാസ്, പ്രവാചകന്റെ അധ്യാപനങ്ങൾക്കെതിരെ ജനങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞു എന്നതുകൊണ്ട് പ്രവാചകന്റെ വാക്കിനെ തട്ടാൻ പാടില്ല എന്നുള്ളതാണ്. ലോകം മുഴുക്കെ പ്രവാചകന്റെ വാക്കിനെതിരെ സംസാരിച്ചാലും എൻ്റെ പ്രവാചകൻ അതിന് നേരെ വിരുദ്ധമായിട്ടാണ് പറഞ്ഞതെന്ന് സ്വഹിയായ ഹദീസ് ഉണ്ടെങ്കിൽ, സഹോദരാ, ഈ ലോകത്തിലുള്ള സർവ്വ മനുഷ്യരും നിനക്കെതിരാണെങ്കിലും നീ നിലകൊള്ളേണ്ടത് അള്ളാന്റെ റസൂലിന്റെ ഹദീസിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ ഒരു ബന്ധവും ആ ഒരു ബാധ്യതയും ആ ഒരു കൂറും ആ ഒരു നന്ദിയും നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അൽ ഇസ്തിജാബത്തു ബിലാ തലക്വ, അഥവാ ഒരു കാര്യം കേൾക്കുമ്പോൾ പിന്നെയാകാമെന്ന നിലക്കല്ല, ഉടനെ തന്നെ അതിന് ഉത്തരം കൊടുക്കുക എന്നതാണ്. അള്ളാന്റെ റസൂൽ കൽപ്പന പറഞ്ഞോ അത് ശിരസാ വഹിക്കുക. ഒരു കാര്യം ചെയ്യണ്ടെന്ന് പറഞ്ഞോ കേട്ട മാത്രം ഒഴിവാക്കുക. ചിലപ്പോൾ ഒരു ഖുത്ബക്ക് വന്നിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ നാളിതുവരെ നാം ചെയ്തു വെച്ച ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നൊരു തെറ്റ് നമുക്ക് ബോധ്യപ്പെടുക. വാലിഡിറ്റി അന്ന് കഴിഞ്ഞു, ആ ഖുത്ബ കേട്ട അന്ന് തീർന്നു നമുക്കുള്ള ലൈസൻസ്. പിന്നെ നമ്മൾ ഉറച്ചു തീരുമാനിക്കുക, ഇല്ല, ഇനി ആ വഴിയിലേക്ക് ഞാനില്ല. ഇത്രയും കാലം അറിയാത്തത് കൊണ്ടത് ചെയ്തു, ഇനി എൻ്റെ റസൂൽ പറഞ്ഞിടത്തേക്ക് ഞാൻ ഉണ്ടാകും. അവിടെയാണ് എൻ്റെ സുരക്ഷിതത്വം, അവിടെയാണ് എനിക്കുള്ള റഹ്മത്ത്, അവിടെയാണ് എൻ്റെ റബ്ബിൻ്റെ തൃപ്തി, അവിടെയാണ് എനിക്കുള്ള സ്വർഗം എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹ് പറയാ ലിമാ യുഹ്യീക്കും, അവിടെയാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിതമുള്ളത് എന്നതാണ്. മഹാന ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വല്ലാത്തൊരു വാക്കുണ്ട്, ഹൗദുൽ കൗസർ കുടിക്കണമെന്ന് ആഗ്രഹിക്കാത്തൊരു വിശ്വാസിയും ഇന്ന് ഈ പള്ളിയിലില്ല. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, അല്ലേ? ഹൗദുൽ കൗസറിൽ നിന്നും ഒരിറ്റു വെള്ളം കുടിക്കാനുള്ള തൗഫീഖ് പടച്ച് നമുക്ക് തന്നാൽ റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദര, പിന്നെ ബാക്കിയുള്ളതൊക്കെ എളുപ്പമാണെന്നാ. എങ്കിൽ മഹാന ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി വല്ലാത്തൊരു വർത്താനം പറഞ്ഞു. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഫലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗലാനി അളീമാനി, പ്രവാചകൻക്ക് 2 ഹൗലുണ്ട് എന്നാണ്. 2 ഹൗലുണ്ട് എന്നാണ്. ഒരു ഹൗദിനെ കുറിച്ച് നമുക്കറിയാം, ഹൗദുൽ കൗസറാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? ഹൗദും ഫിദ് ദുനിയ, ദുനിയാവിൽ പ്രവാചകൻക്കൊരു നമ്മളൊക്കെ പോയി കോരി കുടിക്കേണ്ട ഒരു ഹൗദുണ്ട്. അതേതാ? വഹുവ സുന്നതുഹു വമാ ജാഅ ബിഹി, പ്രവാചകന്റെ ചര്യകളാകുന്ന ഹൗദാണ്. വഹൗദും ഫിൽ ആഖിറ, പരലോകത്തിന്റെ ഹൗദ് നമുക്കറിയാം. അദ്ദേഹം പറയുന്നു ഫശാരിബൂന മിൻ ഹാദൽ ഹൗദി ഫിദ് ദുനിയാ, പ്രവാചകന്റെ സുന്നത്താകുന്ന ഹൗദിൽ നിന്നും ആരാണോ കോരിക്കുടിച്ചത്, ഹുമുശാരിബൂന മിൻ ഹൗദി യൗമൽ ഖിയാമ, നാളെ പരലോകത്തെ ഹൗദിൽ നിന്നും ആ വെള്ളം കോരി കുടിക്കാനുള്ള തൗഫീക്ക് ലഭിക്കപ്പെടുക പ്രവാചകന്റെ സുന്നത്താകുന്ന ഹൗദിൽ നിന്നും വാരി കുടിച്ചവനെന്നാണ്. എന്താ ഉദ്ദേശം മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് സഹോദരങ്ങളെ, അറിഞ്ഞ സുന്നത്തുകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ വലിയ താല്പര്യം കാണിക്കുക. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ള താല്പര്യം നമ്മൾ കാണിക്കുക. കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. സുന്നത്തിൻ്റെ വർധനവിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിക്കൊണ്ട് ശ്രദ്ധിക്കുക. പഠന മനോഭാവം നമുക്ക് ഉണ്ടാവുക. നമ്മൾ പകർത്തുക മാത്രമല്ല, അറിയാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക കൂടെ ചെയ്യുക. അതും നമ്മുടെ വലിയ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി നടത്തിയ ഈ ത്യാഗങ്ങൾക്കൊക്കെ നന്ദി കാണിക്കുവാനുള്ള തൗഫീക്ക് റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കൊണ്ടു നടക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ അനുഭവിക്കുന്ന വല്ലാത്തൊരു അനുഗ്രഹമാണ് നിർഭയത്വം എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ആ അനുഗ്രഹത്തിൻ്റെ തോത് ബോധ്യപ്പെടണമെങ്കിൽ നിർഭയത്വവും സ്വാതന്ത്ര്യമൊന്നും ഇല്ലാത്ത ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാതനകൾ നമ്മൾ കേൾക്കണം, അറിയണം. പ്രത്യേകിച്ച് വിശ്വാസിയായി പോയി എന്നതിൻ്റെ പേരിലൊക്കെ പീഡിപ്പിക്കപ്പെടുന്ന ആളുകളുണ്ട്, ആക്രമിക്കപ്പെടുന്ന ആളുകളുണ്ട്. സ്വസ്ഥമായൊന്ന ആരാധനകൾ പോലും നേരാവണ്ണം നിർവഹിക്കാൻ വിടാത്ത ആളുകളുണ്ട്, അല്ലേ? വേട്ടയാടപ്പെടുകയാണ് ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലെ ആളുകൾ. നിരമ്പ്രതി നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്, കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. റഹ്മാനായ റബ്ബ് അവർക്കൊക്കെ നിർഭയത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, അതൊക്കെ കാണുമ്പോൾ
നമ്മളുടെയൊക്കെ മനസ്സിൽ ഉണ്ടാകേണ്ട കാര്യമുണ്ട്. നമ്മുടെ നാടൊക്കെ സേഫല്ലേ, നമ്മൾ ഉഷാറല്ലേ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കാനോടൊപ്പം തന്നെ നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യമാകുന്ന നിർഭയത്വമാകുന്ന അനുഗ്രഹത്തെ അതൊരു വലിയ അനുഗ്രഹമായിക്കൊണ്ട് മനസ്സിൽ പ്രതിഷ്ഠിക്കുവാനും ആ അനുഗ്രഹം നീങ്ങിപ്പോകാതിരിക്കുവാനുള്ള മനസ്സ് തട്ടിയ പ്രാർത്ഥനയും നമുക്കുണ്ടാക്കണം. ഇന്ത്യ 80ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആഘോഷത്തിൻ്റെ വലിയ ചടങ്ങുകളിലേക്ക് നടക്കുകയാണ്. അതൊരു കൊടിപൊക്കലും റാലി നടത്തലും അതൊക്കെ ഒരു രാഷ്ട്രത്തിൻ്റെ സംവിധാനം എന്നതിനപ്പുറത്ത് വിശ്വാസി അതിനൊക്കെ നോക്കിക്കണ്ടത് എന്താണ്? റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയ ഒരു സ്വാതന്ത്ര്യമാണ്. അത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയിട്ട് സഹോദരങ്ങളെ അതിന് നന്ദി കാണിക്കണം. എങ്കിലൊരു ചോദ്യം, എങ്ങനെയാണ് നിർഭയത്വം എന്നൊരു അനുഗ്രഹം പടച്ച റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് നന്ദി രേഖപ്പെടുത്തിയവനായിക്കൊണ്ട് എപ്പോഴാണ് റബ്ബ് നമ്മളെ സ്വീകരിക്കുക? അത് റഹ്മാനായ റബ്ബ് സൂറത്തുൽ ഹജ്ജിൽ നമ്മളെ പഠിപ്പിച്ചു. അല്ലദീന, ഒരു കൂട്ടർ ഇമ്മക്കന്നാഹും ഫിൽ അർളി, ഭൂമിയിൽ ആ മനുഷ്യർക്ക് ഞാൻ ആധിപത്യം നൽകിയാൽ, സ്വാതന്ത്ര്യം നൽകിയാൽ, ആധിപത്യം നൽകിയാൽ, അഖാമുസ്സലാ, അവർ ആദ്യം എടുക്കുന്ന പണി നിസ്കാരം നേരെ ചൊവ്വെ നിർവഹിക്കുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, പുരുഷന്മാരെ നമുക്ക് ജമാഅത്ത് നിർബന്ധമാണ് അല്ലേ? ഒരു ഹയ്യാലസ്വല എന്ന് കേട്ട് കഴിഞ്ഞാൽ എവിടെയാണോ നമ്മളുള്ളത് അവിടുന്ന് അടുത്തുള്ള പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരാൾ നമ്മളെ ഒരു AK-47 വന്നും കണ്ട് കൊല്ലാനോ പിടിക്കാനോ തടയാനോ ഒന്നും നിൽക്കണില്ലല്ലോ. ലോകത്തിലെ പല ആളുകളും സുജൂദ് ചെയ്ത് എണീക്കുമ്പോൾ അവർ ഈ ലോകത്തിൽ നിന്ന് തന്നെ മാറിയിട്ടുണ്ട്, തുടച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. സുജൂദിൽ കിടക്കുന്ന വിശ്വാസികൾക്ക് ശിരസിലേക്ക് നിറയൊഴിച്ച വാർത്തകൾ നമ്മൾ കേട്ടിട്ടില്ലേ? പല പള്ളികളിൽ പോകുമ്പോൾ ചുമരുകൾ സംസാരിക്കുന്നു, ചുമരിലെ കറകൾ സംസാരിക്കുന്നു. ഇവിടെ ചില വിശ്വാസിനികൾ ഉണ്ടായിരുന്നു. ആരാധന നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശത്രുക്കളുടെ കരങ്ങളാൽ ജീവൻ പൊലിയേണ്ടി വന്ന ആളുകളുണ്ട്. നമുക്ക് അൽഹംദുലില്ലാ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് നാളിതുവരെ ഈ സമയം വരേക്കും, ഭാവി നമുക്കറിയില്ല, അങ്ങനത്തെ ഒരു ഇടങ്ങറുണ്ടായിട്ടില്ല. പക്ഷെ അതിനൊക്കെ മനസ്സ് തട്ടിയിട്ട് നമ്മൾ കൂറ് കാണിക്കുന്നുണ്ടോ നമ്മൾ ആലോചിക്കണം. അല്ലാഹ് പറയും ഞങ്ങൾ നിസ്കാരം നേരെ നിർവഹിക്കുന്നതാണ്, അതിന് വലിയൊരു നന്ദിയാണെന്നാണ്. വാത്തു സക്കാത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉഷാറാക്കിയതാണ്. പിന്നെ പറഞ്ഞു അമറൂ ബിൽ മഅറൂഫ്, നിങ്ങൾക്ക് നന്മ കൽപ്പിക്കാൻ കഴിയണമെന്നാണ്, ദഅവത്ത് ഉണ്ടാകണമെന്നാണ് അല്ലേ? അതൊക്കെ ഒരു സംഘം നിർവഹിക്കട്ടെ, അത് ഏതെങ്കിലും ഒരു മൗലവി നിർവഹിക്കട്ടെ, അല്ല, നമുക്കൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാ നമ്മുടെ നാട് നിലവിൽ നമ്മൾ മനസ്സിലാക്കിയൊരു ആദർശത്തെ ശരിക്കും പറയാൻ നിലവിൽ വലിയ പ്രയാസങ്ങളൊന്നുമില്ല. പരിമിതികളുണ്ട്, മുമ്പത്തേക്കാൾ ഏറെ പരിമിതികളുണ്ട്. പക്ഷേ ഉള്ള പരിമിതിയിൽ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യുന്നുണ്ടോ നമ്മൾ ആലോചിക്കണം. ഇസ്ലാമിനെ കൊത്തിവലിക്കുന്നൊരു ഭാഗത്ത് നമ്മൾ നോക്കി നിൽക്കുകയാണോ പതിവ്? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പലതും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. പെണ്ണുപിടിയാനാണെന്ന് പറയുന്നു, കള്ളുകുടിയാനാണെന്ന് പറയുന്നു, പ്രവാചകന്റെ അധ്യാപനങ്ങളെ നോക്കി കൊഞ്ഞലം കുത്തുന്നു. സഹോദര, നമ്മുടെ ഉമ്മയെക്കുറിച്ച് പറഞ്ഞാൽ, നമ്മുടെ പെങ്ങളെക്കുറിച്ചൊരു അപവാദം പറഞ്ഞാൽ നമ്മുടെ ഇരിപ്പുറക്കുമോ? നമ്മൾ എന്തെങ്കിലും ചെയ്യില്ലേ? എങ്കിൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊത്തിവലിക്കുമ്പോൾ അതിനെതിരെ പോരാടാനുള്ള വേദി അൽഹംദുലില്ലാ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് സ്വാതന്ത്ര്യമാകുന്ന നിർഭയത്വമാകുന്ന അനുഗ്രഹത്തിലുള്ള നന്ദിയാണെന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ ദൗത്യം നിർവഹിച്ചിട്ടുണ്ടോ നമ്മൾ? അത് നിർവഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ നമ്മൾ? ആ സംഘത്തിന് ശക്തി പകരാൻ എൻ്റെ ഒരു 10 രൂപയെങ്കിലും ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്ന മനസ്സ് നമ്മൾ കാണിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഉണ്ടാകണം എന്നാണ് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ദഅവ സംരംഭങ്ങളിലെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. നമ്മളൊരിക്കലും വിശ്വാസി ഒരിക്കലും അവനവൻ്റെ സുഖം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കേണ്ടവനാണോ? ഒരിക്കലുമല്ല. നമുക്ക് എന്തൊക്കെ ഹൈറുകൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ മറ്റുള്ളവർക്കും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. പാവപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ ശാഖകളിലുണ്ട്, നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളുണ്ട്. നമ്മളൊരു പദ്ധതിയുമായി കൊണ്ട് ഇറങ്ങുകയാണ് ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഈ പള്ളിയും സ്ഥാപനങ്ങളും ഒക്കെ ഒരുപാട് നന്മകൾ ആളുകൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ട്രീറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. എന്താ? നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട നിർധരരായ ആളുകളെ നമ്മൾ കണ്ടെത്തും, വീട്ടിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ അവിടെ ഒരാളുണ്ടാവും സ്വാഭാവികമായിട്ടും. ആ നിലക്ക് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നമ്മളൊരു സ്റ്റേഷനറി കടയിലും ഒരു തുക നമ്മളെ ഏൽപ്പിക്കും. അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ, അത്യാവശ്യമായ കാര്യങ്ങൾ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാം. പട്ടിണിയില്ലാതെ കുടുംബം മുന്നോട്ട് പോകും ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. അവരുടെ അഭിമാനത്തിന് ഒരു ധ്വംസനം ഏൽക്കാതെ, ആരാണെന്ന് പോലും അറിയാതെ, 4 ആളുകളില്ലാതെ, ക്യാമറയുടെ ഫ്ലാഷ് ബാക്ക് ഒന്നുമില്ലാതെ
അവരുടെ ഒരു പ്രയാസം വരുത്താതെ ഇൻഷാ അല്ലാഹ് അവരുടെ കാര്യങ്ങൾ നടത്തുന്ന രഹസ്യമായി കൊണ്ട് ചെയ്യുന്നൊരു പദ്ധതി നമ്മൾ ഏറ്റെടുക്കുകയാണ്. ആരെ ഏറ്റെടുക്കാനുള്ളത്? നമ്മളൊക്കെ തന്നെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ 5, 10, 100, 500 ആയിട്ട് നമ്മൾ കൊടുക്കുന്നൊരു വിഹിതം അതൊരു കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റാൻ ഉപകരിക്കും ഇൻഷാ അല്ലാഹ്. എത്രത്തോളം ആളുകൾ കുടുംബത്തെ നമുക്ക് സഹായിക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യണം. ആ നിലക്കുള്ള ട്രീറ്റ് എന്ന് പറയുന്ന ഒരു പദ്ധതിയുമായി നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. സഹകരിക്കാൻ കഴിയുന്ന ആളുകൾ സഹോദരങ്ങളെ സഹകരിക്കണം. ഒരു കുഞ്ഞ് ഷെയർ കൊണ്ടെങ്കിലും ആ നന്മയിൽ നമ്മൾ ഉണ്ടാകണം. നമ്മളിങ്ങനെ ഒരു ഭാഗത്ത് എന്തെങ്കിലും പറ്റി കിടക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ റബ്ബിനോട് പറയാനുണ്ടാകണം കുറച്ച് കാര്യങ്ങൾ. പടച്ചോനെ, ഞാൻ അന്ന് രഹസ്യമായി കൊടുത്തൊരു സ്വതക്ക ഏതൊക്കെയോ ചില കുട്ടികളുടെ പട്ടിണി അകറ്റാൻ അത് കാരണമായിട്ടുണ്ടെങ്കിൽ, ഞാൻ അതിനു വേണ്ടി കൊടുത്തിട്ടുണ്ട്, റബ്ബേ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കഷ്ടത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറയാനുള്ള വകുപ്പ് നമുക്ക് ഉണ്ടാകണം. അതിനുള്ള അവസരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ ഒരു കുടുംബത്തെ തന്നെ ഞാൻ സ്വന്തം ഏറ്റെടുത്തോളാം, ഒരു എത്ര ഉറുപ്പ് ഞാൻ കൊടുത്തോളാം എന്ന് പറയാൻ മാത്രം യോഗ്യതയുള്ള ആളുകൾ ഒരു പക്ഷേ ഇതിലുണ്ടാകാം. സഹോദരങ്ങൾ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരണം. പള്ളി കമ്മിറ്റിയുമായി കൊണ്ട് ആ കാര്യം നിങ്ങൾ നേരിട്ട് സംസാരിക്കണമെന്നുള്ള സൂചിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയാകട്ടെ, നമ്മുടെ മദ്രസ സംവിധാനങ്ങളാകട്ടെ, ഒക്കെ സുഹൃത്തുക്കളെ ദീനിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അൽഹംദുലില്ലാഹ് നമ്മൾക്ക് ഓരോ ആഴ്ചകളും പല കളക്ഷൻ ഉണ്ടെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇവിടുത്തെ ഒരു പതിവ് അനുസരിച്ചിട്ട് ഇന്ന ആഴ്ചയിൽ ഒരു വിഹിതം നമ്മൾ മാറ്റിവെക്കുക പള്ളിക്ക് വേണ്ടിയിട്ടായിരിക്കും. പള്ളി കളക്ഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ ആരും നമ്മൾ നിർബന്ധിക്കൂല, ജസ്റ്റ് ഒരു അനൗൺസ്മെൻറ്റേ കേൾക്കുള്ളൂ. ഇന്നത്തെ കളക്ഷൻ അതിനാണ് നമ്മൾ പറയുക. പള്ളി എന്ന് പറയുമ്പോൾ മനസ്സിൽ എന്താ വരും? ഇവിടെ കിടക്കുന്ന സുജൂദുകളാകട്ടെ, റുക്കൂകളാകട്ടെ, ഖുർആൻ്റെ പാരായണങ്ങളാകട്ടെ, ഖുത്ബകളാകട്ടെ, അത് ആളുകൾ കേൾക്കലാകട്ടെ, കേൾക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാകട്ടെ, എന്തെല്ലാം നന്മകളുണ്ട്, കണക്കാക്കാൻ കഴിയാത്ത നന്മകൾ ഇൻഷാ അല്ലാഹ് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയ അവസരത്തിൽ നമുക്ക് കിട്ടുമ്പോൾ അതിലൊരു പങ്കാണ് ഞാൻ വഹിച്ചിട്ടുള്ളത്. നമ്മൾ വഹിച്ചിട്ടുള്ളത്. ആ കളക്ഷനെ സഹകരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ കൊടുക്കുന്നതിന് എനിക്കൊരു ബോധം ഉണ്ടാകണം. ആ നിലയിലേക്ക് ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം. ഒരാഴ്ച ചിലപ്പോൾ നമ്മുടെ കളക്ഷൻ മാറ്റി വെക്കുന്ന മദ്രസയിലായിരിക്കും. മദ്രസ നമ്മുടെ മക്കൾ പഠിക്കുകയാണ്, പുതുതലമുറ അള്ളാൻ്റെ ദീനനുസരിച്ചുകൊണ്ട് വളരുകയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന വല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റാണ് അതൊക്കെ. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്താ ഇപ്പം എല്ലാ ആഴ്ചയും അങ്ങനെ നമ്മൾ ചിന്തിക്കണ്ട, ആരെയും നിർബന്ധിക്കൂല, അവസരമായിക്കൊണ്ട് കാണുക. കഴിയുന്നവർ ആത്മാർത്ഥമായിക്കൊണ്ടൊരു വിഹിതം എല്ലാ ആഴ്ചയിലും വ്യത്യസ്തങ്ങളായ സംരംഭങ്ങൾക്ക് വേണ്ടി ഇതിന് മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ അത് നമുക്ക് എല്ലാവിധ ഹൈറും ഉണ്ടാകും. റഹ്മാനായ റബ്ബ് നമ്മുടെ സ്വതക്കകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ കർമ്മങ്ങളും റഹ്മാനായ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. വമ്പിച്ച പ്രതിഫലം നാളെ പരലോകത്ത് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, രോഗം കൊണ്ടും കടം കൊണ്ടും മറ്റു പ്രയാസങ്ങളെ കൊണ്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവിടെ എല്ലാവിധ പ്രയാസങ്ങൾ അവരെക്കാൾ കൂടുതൽ അറിയുന്ന റബ്ബേ, ശമനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അറിയാത്തവർക്ക് എത്തിച്ചു കൊടുക്കാനൊക്കെയുള്ള തൗഫീക്കിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ സമ്പത്തിലും ഇണയിലും മക്കളിലുമൊക്കെ ഞങ്ങൾക്ക് നീ ബറക്കത്തിന് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, കുടുംബത്തോടു കൂടെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു വരാനുള്ള തൗഫീക്കിനെ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. സ്വർഗ്ഗത്തെ നിരാകരിക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് മനസ്സ് ചാഞ്ഞു പോകാതിരിക്കുവാനുള്ള ശക്തമായൊരു ഉറപ്പ്, ഇഖ്ലാസ് റഹ്മാനായ റബ്ബ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن محمد رسول الله.